സുഹൃത്തുക്കളെ നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇന്ന് രാവിലെ തന്നെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ ISL സീസൺ ഡിസംബറിലാണ് ആരംഭിക്കുക. ആര് കപ്പെടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിക്കാരൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലാസ്റ്റേഴ്സ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവൻ പറയാണ് വേറെ ഏത് ടീമിന് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ ഇപ്രാവശ്യം ബ്ലാസ്റ്റേഴ്സിനെ മാത്രം പറയരുത്. സത്യം പറയില്ല, എന്താണ് ഇവരൊക്കെ മാനസികാവസ്ഥ എന്ന് മനസ്സിലാവണില്ല. കാരണം അപ്പോൾ ഓൾറെഡി 10 വർഷമായി ISL സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കിരീടം ഒന്നും നേടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സീസണിൽ നേടാതെ പോകും. ഇവനൊക്കെ എന്താണ് മനസ്സിലാവണില്ല. കാരണം ഓരോ സീസണിലും ഓരോ ടീം എത്ര വട്ടം 3 വട്ടം ഫൈനലിലെത്തില്ലേ. കപ്പിനും ചുണ്ടിനും ഇടയിൽ 2 കിരീടങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവരൊന്നും അത് മനസ്സിലാക്കണം. കപ്പ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ടീം മാറാൻ നിൽക്കേണ്ട കുറേ ആൾക്കാർ, കളി കാണാൻ നിൽക്കുന്ന കുറേ ആൾക്കാർ. കാരണം ഈ ഒരു ISL ഉണ്ടാക്കിയത് തന്നെ കപ്പെടുക്കാനും ഇതിനൊന്നും വേണ്ടിയിട്ടില്ല, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കപ്പെടുക്കില്ല എന്ന് പറയേണ്ട ആ ഒരു കമ്പനിക്കാരന് എന്നോട് പറയാനുള്ളത്, അർജന്റീന എന്നുള്ള ടീം ഒരു കിരീടം നേടാൻ വേണ്ടിയിട്ട് ഓരോ ഫാൻസ് കാത്തിരുന്നത് 20 കൊല്ലാണ്. 2000 മുതൽ 2020 വരെ 21 വരെ അവർ കാത്തിരുന്നു. അത്രയ്ക്കായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയില്ലല്ലോ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒരു IPL വേണ്ടിയിട്ട് എത്ര വർഷം കാത്തിരുന്നു. അപ്പോൾ അത് അത്രേ ഉള്ളൂ. ഇത് ഫുട്ബോളാണ്. ഈ സീസണിൽ ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കപ്പടിച്ചു എന്ന് വരാമെന്നാണ് ഓനോട് പറയാനുള്ളത്. ഫുട്ബോളാണ്, ആര് വില കുറച്ച് കാണാൻ പാടില്ല. എപ്പോഴാണ് എന്താ സംഭവിക്കാന്ന് ഒന്നും പറയാൻ പറ്റാത്ത ഈ ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഒരു ടീമിനെ താത്തിക്കെട്ടാനോ ഉയർത്തിക്കെട്ടാനോ പാടില്ല. കഴിഞ്ഞ സീസണിൽ കപ്പടിച്ചിട്ടില്ല എന്ന് കരുതി ഈ സീസണിൽ കപ്പടിക്കാതിരിക്കുകയുമില്ല എന്നാണ് ഓനോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കും, ചരിത്രം വഴി മാറും ചിലർ വരുമ്പോൾ. ഓക്കെ, ഈ ഒരു വീഡിയോ നമ്മളെ കമ്പനിക്കാരന് വേണ്ടിയുള്ളത് മാത്രമല്ല. അതായത് ബ്ലാസ്റ്റേഴ്സ് നിരന്തരം പരാജയപ്പെട്ട് സമനില കുരുക്കിൽ പെട്ടിട്ട് ഒരുപാട് സീസൺ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ കപ്പടിക്കാത്തത് കാരണം ടീം മാറിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ആരെ താത്തിക്കെട്ടാനോ പൊന്തിക്കാനോ ഒന്നുമല്ല. നിങ്ങൾ ആലോചിക്കണം, 1953 കപിൽ ദേവ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയതിന് ശേഷം MS ധോണി വന്നതിൻ്റെ ശേഷമാണ് 2011 ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യ വേൾഡ് കപ്പ് അടിക്കുന്നത്. എത്ര വർഷം എടുത്തു? 20 കൊല്ലത്തിൻ്റെ അടുത്ത്. അതേപോലെ തന്നെ ബ്രസീൽ 2002 വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷം 20 വർഷമായി ഇതുവരെ വേൾഡ് കപ്പ് അടിച്ചിട്ടില്ല അതിന് ശേഷം. അപ്പോൾ അതൊക്കെയാണ് ചരിത്രം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരുപാട് സമയമെടുക്കും നല്ല കാലം വരാൻ വേണ്ടിയിട്ട്. ഫൈനലിലെത്താത്തൊന്നല്ലല്ലോ, കളിച്ച് ഒരുപാട് ഫൈനലിൽ എത്തിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഒരു സമയം വരാണ്ട്, ആ സമയം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അല്ലാതെ ഇപ്പോൾ തോറ്റു എന്ന് പറഞ്ഞാണ് ടീം മാറുന്നത് ഒരു സുഖമുള്ള പരിപാടിയല്ലല്ലോ. പണ്ടൊരാളുണ്ടായിരുന്നു, ഒരു കളിക്ക് വേണ്ടിയിട്ട് 2 ജേഴ്സി ഇട്ട് വരും, 2 ടീമിൻ്റെ ജേഴ്സി. ഒരു ടീം തോറ്റാൽ മറ്റൊരു ടീം ആവാൻ വേണ്ടിയിട്ട് ഓനെ ആ ഒരു ജേഴ്സി എടുത്തിട്ട് ഉള്ളത്തെ ജേഴ്സി പോരും. അപ്പോൾ ഏതെങ്കിലും ഒരു ടീം എന്തായാലും ജയിക്കുമല്ലോ. പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഒരു സമയം വരാണ്ട്, ആ ഒരു സമയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കും തന്നെയാണ് പ്രതീക്ഷ. അതിപ്പോൾ ചിലപ്പോൾ ഈ വർഷമാവാം, ചിലപ്പോൾ 2030 ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. അതത്രേ ഉള്ളൂ. കളിയാകുമ്പോൾ ജയം തോൽവിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നോക്കിയാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.